പോക്സോ കേസ് പ്രതിയായ പരിശീലകൻ എം മനുവിനെ തിരിച്ചെടുത്തതിൽ വീഴ്ച സംബന്ധിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാൻ നിർദ്ദേശിച്ചതായും അന്വേഷണവുമായി എല്ലാവിധത്തിലും സഹകരിക്കുമെന്നും KCA ഭാരവാഹികൾ അറിയിച്ചു. കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മനുഷ്യാവകാശ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഒരു മാസമായി തുടരുന്ന വിവാദത്തിൽ വിശദീകരണവുമായി KCA രംഗത്തെത്തിയത്. 2012 മനു KCAയിൽ പരിശീലകനായി എത്തിയത്. 2022 മനുവിനെതിരെ ആദ്യ ആരോപണം. എന്നാൽ അന്നാരും പരാതി നൽകിയിരുന്നില്ല. പിന്നീട് ചൈൽഡ് ലൈനും പോലീസും അന്വേഷണം നടത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. മനുവിനെ മാറ്റി നിർത്തിയെങ്കിലും ചില കുട്ടികളും രക്ഷിതാക്കളും തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചില്ലെന്ന് KCAയുടെ കുറ്റസമ്മതം. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിൽ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ സമ്മതിക്കുന്നു. മനുവിനെതിരെ പരാതി ലഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 19 ഭാരവാഹികൾ പറഞ്ഞു. വിശദീകരണം തേടിയെങ്കിലും 21 തീയതി മനു രാജി നൽകി. മനുവിന് ജോലി നൽകരുതെന്ന് KCA എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും രേഖാമൂലം അറിയിച്ചു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകിയെന്ന് KCA അറിയിച്ചു. 24 തിരുവനന്തപുരം.